തിരുവല്ല കുന്നന്താനത്തെ പ്രത്യാശ ഭവനിൽ വരുമ്പോൾ നമുക്കൊരു കീബോർഡിന്റെ കിളിനാദം കേൾക്കാം. അടുത്തു ചെന്ന് തിരയുമ്പോഴാണ് ഓർഗൺ വായിക്കുന്ന കുട്ടിയുടെ വിരലുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശോഷിച്ച കൈകളിൽ 3 വിരലുകൾ മാത്രം. ഈ വിരലറ്റം കൊണ്ടാണ് അവൾ ഈ മനോഹര ഗീതം മീട്ടുന്നത്. ഇതാണ് പ്രത്യാശ ഭവനിലെ ലിറ്റിമോൾ. വെറും 6 ദിവസം പ്രായമുള്ളപ്പോഴാണ് പ്രത്യാശ ഭവനിലെ മദർ തെരേസയായി അറിയപ്പെട്ടിരുന്ന മദർ ലിറ്റിക്ക് ഇവളെ കിട്ടുന്നത്. 3 വിരലുകൾ മാത്രമുള്ള കുറുകിയ കൈകളുള്ള കുഞ്ഞ്, കാലിന് ബലമില്ലാതെ വളഞ്ഞിരിക്കുന്നു. അവളെ ലിറ്റിയമ്മ പൊന്നുപോലെ നോക്കി. കൂടെയുള്ള കന്യാസ്ത്രീകളെല്ലാം വളർത്തമ്മമാരായി. അവർ അവൾക്ക് വേണ്ടി താരാട്ട് പാടി, താളമിട്ടു, നല്ലതുപോലെ അവളെ പഠിപ്പിച്ചു. അവൾ നന്നായി പഠിച്ചു. അങ്ങനെ സ്കൂളിലും കമ്പ്യൂട്ടറിലുമെല്ലാം ഉന്നത വിജയം നേടി. ഇവളിപ്പോൾ നന്നായി പാട്ട് പാടും, ഓർഗൻ വായിക്കും, മനോഹരമായ കൈയക്ഷരത്തിൽ എഴുതും. കോൺവെന്റിന്റെയും പ്രത്യാശാഭവന്റെയും മുക്കിലും മൂലയിലും ലിറ്റിമോൾ പാറി പറന്നെത്തും. അവളെപ്പോലെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലിറ്റി ചേച്ചിയാണ്. ലിറ്റിമോളുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞാൻ ലിറ്റിമോൾ. ജനിച്ച് 6 ദിവസം പ്രായമുള്ളപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിലെ അംഗമായതാണ്. ഞാനിപ്പോൾ BCom 3rd ഇയർ വിദ്യാർത്ഥിനിയാണ്. ഒപ്പം പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും IAS കോച്ചിങ്ങിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. ലിറ്റിയമ്മയുടെ ആഗ്രഹം പോലെ IAS പഠിച്ച് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ IAS നേടിയെടുക്കുക തന്നെ ചെയ്യും. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യ ഗാനമേ. ഇത് ഞങ്ങളുടെ ലിറ്റിമോൾ. ഇവിടെയുള്ള എല്ലാ ഗാന ശുശ്രൂഷകളുടെയും അതുപോലെ പ്രൊവിഡൻസ് ഗായക സംഘത്തിനും മുഖ്യമായിട്ട് നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ കുട്ടിയാണ് ലിറ്റിമോള്. അവൾ നന്നായിട്ട് കീബോർഡ് വായിക്കും, പാട്ട് പാടും. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും മിടുക്കിയായിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.